പ്രൈസ് ലോർഡ്. ഇന്ന് വ്യത്യസ്തമായ ഒരു പഠനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ഉൽപ്പത്തി പുസ്തകമാണ് പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം പ്രാരംഭമുള്ള പുസ്തകമാണ്. പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഹല്ലേലൂയ ബിഗിനിങ് എന്നാണ്, ആദ്യം എന്നാണ്. ഈ ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് മോശയാണ്. മോശ 5 ഗ്രന്ഥങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ, അതായത് പെൻറ്റാറ്റ്യൂക്ക് എന്ന് പറയും. പെൻറ്റാറ്റ്യൂക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥമെന്നാണ്. അതായത് ഗ്രീക്കിൽ അതിനെ വിളിക്കുന്നത് 5 മടങ്ങ് പുസ്തകം എന്നാണ്, 5 ഫോൾഡ് ബുക്ക് എന്നാണ് വിളിക്കുന്നത്. യഹൂദന്മാർ അതിന് തോറ എന്നാണ്, അവരുടെ നിയമം, ലോ എന്നാണ്, ദ ലോ എന്നാണ് പറയുന്നത്. ഏകദേശം 20,369 വർഷ ചരിത്രം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഉൽപ്പത്തിയെ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം 1 തൊട്ട് 11 വരെ ചിതറിപ്പോയ മനുഷ്യനെയും മനുഷ്യരാശിയുടെ പൊതുവായ ചരിത്രം നൽകുമ്പോൾ, രണ്ടാം ഭാഗം യോസഫിൻ്റെ മരണം, ശവസംസ്കാരം, ഇങ്ങനെയുള്ള ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രത്തെ കൂടെ പറയുന്നു. എന്നാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് 3 വ്യക്തികളെ കാണുവാൻ കഴിയും. ആദമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുവാണെങ്കിൽ 1-ാം അധ്യായം 1, 2, 3 അധ്യായങ്ങൾ കാണും. നോഹയെക്കുറിച്ച് ഇത് പറയുന്നുണ്ട്. 4 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിലും ഇത് പറയുന്നുണ്ട്. ഇസഹാക്കിനെ കുറിച്ച് 25 തൊട്ട് 19 തൊട്ട് 35 വരെയുള്ള, 25-19 തൊട്ട് 35, അത് 35-ാം അധ്യായം വരെയും ഇസഹാക്കിനെ കുറിച്ച് പറയും. യാക്കോബിനെ കുറിച്ച് 36-ാം അധ്യായം തൊട്ട് 50-ാം അധ്യായം വരെയും പറയുന്നു. ഈ പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചും പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നു, സ്ത്രീയുടെ സ്ത്രീയുടെ സന്തതി നിന്റെ കുതികാൽ തകർക്കും എന്ന് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്നത്, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. നമുക്കറിയാം, ആദാമ പാപം ചെയ്തു, ദൈവതേജസ് നഷ്ടപ്പെട്ട് സാത്താനിലൂടെ പാമ്പ് കടന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ആദാമിനെ ആവുകയും പാമ്പിനെ ശപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലും ഇതുപോലെ പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനോട് പറയുമ്പോൾ നിന്നിലൂടെ, അതായത് വാഗ്ദത്ത സന്തതിയായ യേശുക്രിസ്തുവിലൂടെ ഭൂമിയിലെ സകല, അതായത് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ ദൈവം എന്ത് ചെയ്യും? വിടുവിക്കും, അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ലും ഇത് തന്നെ പറയുന്നു. 18-15 അബ്രഹാം വലുതും ബലമുള്ള ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്നു. പിന്നെ 26:4-ലും 28:14-ലും 49:10-ലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം പഠിക്കുകയാണെങ്കിൽ ബൈബിളിൻ്റെയും എബ്രായ ബൈബിളിൻ്റെയും ക്രിസ്തീയ പഴയ നിയമത്തിൻ്റെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ലോകത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു വിവരമാണ് ഉൽപ്പത്തി പുസ്തകം കാണും. മനുഷ്യരാശി ഉത്ഭവം, ദൈവജനത്തിൻ്റെ ആദ്യ ഘട്ടത്തിൻ്റെ ചരിത്രവും പുതിയ പുസ്തകത്തിൻ്റെയും പുറത്തും വിശദാംശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം നിരവധി ഭാഗങ്ങളായി തിരിക്കാം. അത് ഒന്നാമത്തെ നമ്മൾ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-2 ലോകത്തിൻ്റെ സൃഷ്ടിയെ, മാനവികതയുടെ ഉത്ഭവം, ഏദൻ തോട്ടം, ആദാമിൻ്റെ പിൻഗാമികളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കയീനിൻ്റെയും ഹാബേലിൻ്റെയും കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദാമിൻ്റെ പിൻഗാമികളുടെ വംശാവലിയെക്കുറിച്ച് പറയുന്നുണ്ട്. നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രളയം ഉണ്ടായെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ല് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നോഹ കുടുംബത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ബാബേൽ ഗോപുരം, അതായത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 11-ഉം 10-11 ബാബേൽ ഗോപുരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഷകൾ അവിടെ വെച്ച് കലക്കി കളഞ്ഞതായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരാശിയുടെ ചിതറിക്കൽ എന്നിവയുടെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ഗോത്രപിതാവ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഇസഹാക്ക്, യാക്കോബ് എന്നിവരെ കുറിച്ചുള്ള എന്നിവരെ കുറിച്ചുള്ള ചരിത്രങ്ങളും
അവരെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും അവർ എന്ത് ചെയ്യുക പോരാട്ടം കഴിച്ചും അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ അവർ എന്ത് ചെയ്യുക പ്രതികൂലങ്ങൾ കടന്നു വന്നതുമെല്ലാം എന്ത് ചെയ്യുക നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37 തൊട്ട് 50-ാം അധ്യായം വരെ യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. യോസഫിൻ്റെ സഹോദരന്മാരായ യോസഫിനെ എന്ത് ചെയ്തു, പൊട്ടകൻ്റെ ഇതിലേക്ക് തള്ളിയിട്ടു. അതിനുശേഷം അവിടെ നിന്ന് വലിച്ചു കയറ്റി മിസ്രൈമ്യർക്ക് വിറ്റു. അടിമകളായി ഈജിപ്തിലേക്ക് പോയ യോസഫിനെ കാണുവാൻ കഴിയും. അതിനുശേഷം ഈജിപ്തിൽ ചെന്ന ശേഷം തന്നെ അവിടെ കഷ്ടം അനുഭവിക്കുന്നതും തൻ്റെ അടിമത്തത്വവും പിന്നെ ദൈവം കൊടുത്ത അധികാരവും ദൈവം തന്നെ മാനുഷ്യതിനെക്കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമുക്ക് ലോകത്തിൻ്റെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. ആദാമും ഹവ്വയും കയീൻ, വെള്ളപ്പൊക്കം എന്നിവയിൽ കാണുന്നത് പോലെ പാപം കാണുവാനിടയാകും. അതിനുശേഷം വിശ്വാസവും അനുസരണമുള്ള ഗോത്രപിതാക്കന്മാരുടെ എന്ത് ചെയ്യുക, അബ്രഹാം നമുക്കറിയാം, ദൈവം പറഞ്ഞത് കേട്ട് അബ്രഹാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ദൈവകൽപ്പനകളെ അനുസരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് പുരുഷ ആധിപത്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ സംസ്കാരങ്ങളുടെ നഗരങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ജൂതം ക്രിസ്ത്യ പാരമ്പര്യം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും മാനവികതയുടെ സ്വഭാവ വിശ്വാസവും കാരണം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ പ്രാരംഭം, ആദിയിൽ എന്നാണ് ഉൽപ്പത്തി എന്ന വാക്കിൻ്റെ അർത്ഥം. ഇൻ ദ ബിഗിനിങ് എന്നാണ് പറയുന്നത്. അതിന് മുൻകാല നൃത്തത്തെക്കുറിച്ചും ആരംഭവാക്യങ്ങളെക്കുറിച്ചും സൃഷ്ടിപ്പിനെക്കുറിച്ചും എല്ലാം ഇതിനകത്ത് പറയുന്നത്. കർത്താവ് ഒരു വാക്കിനാൽ ഭൂമിയെ ഉളവാക്കി, വചനത്താലും സകലത്തെയും കർത്താവ് ഉളവാക്കി. അതായത് മനുഷ്യനെയും അവന് തുണയായ സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഈ ഏദൻ തോട്ടം എന്ന് പറയുന്നത് മെസൊപ്പൊത്താമിയാണ്. അതായത് പഴയകാല ഇറാഖിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമുണ്ട്, അതായത് കീ വേർഡ്. അത് യേശു ക്രിസ്തുവാണ്, നമ്മുടെ സൃഷ്ടാവായ ദൈവമാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇതിൻ്റെ താക്കോൽ വാക്ക്, അത് കീ വേർഡ് 3:15, 12:3 യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇനിയും അടുത്ത പുസ്തകം, അടുത്ത പഠനം നമുക്ക് അടുത്ത വിഷയം ചർച്ച ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പഠനം അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ, നിങ്ങളതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വിവരിച്ച് തരുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.